സദ്വേഷണം. അപ്പോൾ ഇന്ന് പൗർണമി ദിനത്തിൽ നമ്മൾ നമ്മുടെ എല്ലാമെല്ലാമായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ ആദിസങ്കല്പ ലയനദിനമായ മേട 23, അതായത് മെയ് 6-ന് നമ്മൾ നമ്മുടെ ഓഫീസ്, കേന്ദ്ര ഓഫീസ്, പൂലന്തറയുള്ള കേന്ദ്ര ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ഗുരുവിൻ്റെ ആദിസങ്കല്പ ലയനദിനം, അതായത് 1999 ഗുരു ദേഹവിയോഗം ചെയ്തപ്പോൾ അന്ന് ചിത്രീകരിച്ച ആ ഒരു വീഡിയോ നമ്മൾ LED വാളിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇനി എല്ലാ പൗർണമി നാളിലും പൗർണമി ദിവസവും നമ്മൾ നമ്മുടെ കേന്ദ്ര ഓഫീസിൻ്റെ മുന്നിൽ, പൂലന്തറ ജംഗ്ഷനിലുള്ള കേന്ദ്ര ഓഫീസിൻ്റെ മുന്നിൽ നമ്മൾ ഗുരുവിൻ്റെ വീഡിയോസും ഗുരുവാണികളെല്ലാം വീഡിയോ രൂപത്തിലായിട്ട് പ്രദർശിപ്പിക്കുകയും അതുകൂടാതെ ഗുരുവിൻ്റെ യാത്രകൾ, ഗുരുവിൻ്റെ സന്യാസീഷ വാർഷികത്തിന് ഗുരു സംസാരിച്ചത്, ഇതെല്ലാം 6 മണി തൊട്ട് 10 മണി വരെ, വൈകിട്ട് 6 മണി തൊട്ട് 10 മണി വരെ പ്രദർശിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഗുരുവിൻ്റെ സ്മരണകളെ വിസ്മൃതിയിലാക്കുന്നതിന് ആക്കാതിരിക്കാൻ വേണ്ടി, നാളെ ഒരിക്കൽ ചരിത്രത്തെ എല്ലാം വളച്ചൊടിച്ച് മാറ്റാതിരിക്കാൻ വേണ്ടി നമ്മളുടെ സംഘടന എല്ലാ അർത്ഥത്തിലും ഭൗതികപരമായും ആത്മീയപരമായും നിയമപരമായും എല്ലാ തലത്തിലും നമ്മുടെ സംഘടന മുന്നോട്ട് ചലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗുരുവിൻ്റെ ഈ ഗുരുവാണികളും ഗുരുവിൻ്റെ യാത്രകളും ഗുരുവിൻ്റെ സ്മരണകളും മറ്റുള്ളവരിലേക്കായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇന്ന് 2 യാത്രകളും ഒരു സന്യാസീഷ വാർഷികത്തിൽ ഗുരു സംസാരിച്ചുമാണ്. ഏകദേശം 2 മണിക്കൂറുണ്ട്. പക്ഷേ ആ 2 മണിക്കൂറുള്ള ആ വീഡിയോ 4 മണിക്കൂറായിട്ട് നമ്മൾ കാണിക്കും. അപ്പോൾ ഈ വിവരം, അതായത് നമ്മുടെ കണ്ണൂർ യാത്ര, അതുകൂടാതെ അട്ടക്കുളങ്ങര യാത്ര, പിന്നെ ഗുരു സന്യാസ ദീക്ഷ ദിവസം ആശ്രമത്തിൽ സംസാരിച്ച ആ ഒരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ വിവരം, ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ പിൻ ചെയ്യാം. വൈകിട്ട് നേരം ഈ ഫുള്ളായിട്ടുള്ള ആ 2 മണിക്കൂറിൽ മേലുള്ള ആ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് എന്താ പറയുക, എല്ലാവരെയും അറിയിക്കുകയാണ് ഈ വിവരം. അപ്പോൾ സദ്വിശർമ്മം. പലതായി പിടികിട്ടാത്തർത്ഥമോ ഈ പ്രയാണം, ചിമിഴിനാൽ കുഞ്ഞ് ശ്രമിക്കുന്നു വറ്റിക്കാൻ അളവില്ലാത്താഴിയെ എന്ന പോലെ. കുപ്പിയിൽ തേടിയ മങ്കയിൽ തേടിയ ചിന്തയിൽ തേടിയ സത്തയെന്ത്, കല്ലിലും കുരിശിലും തേടിയതില്ലാഞ്ഞു ശ്രുതികളിൽ സ്മൃതികളിൽ തേടിയെന്ത്.
റോഡിന് സമീപം പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ നമ്മുടെ ഇന്ന് വരെയുള്ള വളർച്ച നിലനിൽപ്പൊക്കെ സൂക്ഷിച്ചിരിക്കും. നാലാമത്തെ കാലം ഇല്ല എന്ന് പറഞ്ഞു പോയ തത്വദീക്ഷ എവിടെ നിന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് തിരുത്തമില്ലാതെ വന്നിട്ടുണ്ട്. അപ്പൊ സകലതും അതെപ്പോഴാണ് ആ യുഗധർമ്മം അനുസരിച്ചുള്ള കാലങ്ങൾക്കാണ്. ഞാനിരിക്കുമ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോകുമെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയും മാനിക്കുകയില്ല, കൊണ്ടുപോവുകയില്ല എന്നുള്ളത് തീർപ്പായി. ഈ സംഘത്തിനൊരു തീർപ്പ് അതുണ്ടാക്കിയ ആൾ ചെയ്യുന്നു. അവൻമെന്റ് ഇല്ല പിന്നെ. അതായത് ഇപ്പം 4 സന്യാസിമാർക്ക് 1 കൊല്ലം ഭരിക്കാം. അത് ഗൃഹസ്ഥാശ്രമിക്കും. ഈ പറഞ്ഞവർക്ക് ഒരു ഇഷ്ടമല്ലെന്ന് കണ്ട ഉടനെ ഇഷ്ടമാണെങ്കിലും കൂടെ അടുത്ത 4 പേരെ തിരഞ്ഞെടുത്തോണം. ഈ സംഘം എല്ലാം കൂടി ചേർന്നിട്ട് തൃപ്തിയായിട്ട് 4 പേരെ തിരഞ്ഞെടുക്കുക 1 കൊല്ലത്തിനകം. 1 കൊല്ലം കൂടുതൽ പാടില്ല. എന്താണെന്നറിയാമോ? അടുത്ത കൊല്ലം ഇവരിരുന്ന ഇത് വീണ്ടും അത് പ്രയാസപ്പെടുത്തിയിട്ടേ ഇവർ പോകുള്ളൂ. അതന്നെ ഈ സന്യാസ സംഘത്തിന് നിന്ന് സഹിക്കാൻ വയ്യാത്ത ഒരു തെറ്റ് കണ്ടാൽ ആ ആളെ ആജീവനാന്തം അയാളെ പിരിച്ചുവിടുക. ഒരു ഭരിക്കുന്നെന്ന് വെച്ച് വേറെ ഒരു അധികാരവും ഇവർക്ക് വേറെ കൂടുതലായിട്ട് ചെയ്യാൻ പാടില്ല. സംഘത്തിൻ്റെ മറ്റ് ഗൃഹസ്ഥാശ്രമ അംഗങ്ങളും ഉണ്ടല്ലോ, അവരോട് ചോദിച്ചിട്ടല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയില്ല, വരില്ല. തുല്യ അവകാശത്ത് നിന്നില്ലെങ്കിൽ ഇവർ ഇത് ചതിച്ചളയും. ഇപ്പോൾ ഒരാൾ കാണുകയാണ്, അതിൻ്റെ വ്യക്തമായ കാര്യം പറയുകയാണ്. ഒരാളിത് ഇങ്ങനെ ഒരു പാത്രം കണ്ട് ഈ പാത്രത്തിൽ എല്ലാവരെയും കൂടി വാരിയിട്ടു. മനസ്സിലായില്ലേ? ഇല്ല, എല്ലാവരെയും കൂടി ആരെയാണ് വാരിയിട്ട്? ഈ ഗുരുശിഷ്യന്മാരെ. അതിൽ പിന്നെ ഇതിനെ നിയന്ത്രിക്കാനായിട്ട് ഈ വാരിയിട്ട് ചാടിപ്പോകാതിരിക്കാനായിട്ട് ഒരു പാത്രം. ഇതിന് മനസ്സിലായില്ല. ഈ പാത്രത്തിൽ വാരിയിട്ടിരിക്കുക, അത് സംഘം എന്നർത്ഥം. ഇതിനെ ഈ സംഘത്തിൽ നിന്ന് ചാടിപ്പോയാൽ അതിനെ കവർ ചെയ്തുള്ള പാത്രമാണ് ഗൃഹസ്ഥാശ്രമം. മര്യാദയ്ക്ക് നിന്നോണം. ഈ ഭരണ സംവിധാനത്തിനോട് സന്യാസിമാരുടെ വാക്കുകളിൽ ഈ താഴ്ചയുള്ള ആളുകൾ പറയുന്നതിന് മുൻഗണന കൊടുത്തുകൊണ്ട് കാര്യങ്ങളോട് തീരുമാനിച്ചു. അത് അങ്ങനെ പോയാൽ അവർ തെറ്റും. നമുക്കൊരു അറിവിന് അവർ പറയുക ഇന്നതൊക്കെയാണ്. സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താണ് അതിലുള്ള കുഴപ്പമൊന്നും ആരറിയും? അത് തന്നെ അപ്പോഴേ അവർ ഉള്ളവർ തിരഞ്ഞെടുക്കട്ടെ. അതൊന്നും അത് ഒരുപാട് പേര് കാണും. ഇതിന് ഗൃഹസ്ഥാശ്രമികളായിരിക്കും ചിലപ്പോൾ കൂടുതൽ മുന്നിൽ വരുന്നത്. കാഴ്ചയുള്ളവർ, കാര്യം അറിയാവുന്നവരും ഗൃഹസ്ഥാശ്രമികൾ വരും.